സീറോ മലബാർ സഭയിലെ കുർബാന തർക്കം തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോൾ അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. വിമത വിഭാഗത്തിനെതിരെ പല അച്ചടക്ക നടപടികൾ ശുപാർശ ചെയ്തിട്ടും അന്ത്യശാസനം നൽകിയിട്ടും അതിനൊന്നും വഴങ്ങാത്ത വിമതരെ സമ്മതിക്കണം. ഇപ്പോൾ അവരുടെ മുന്നിൽ സഭ മുട്ടുകുത്തി കുമ്പസാരിക്കുന്ന അവസ്ഥയിലേക്കെത്തി. സഭാ സിനഡ് തുടങ്ങുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ കുർബാന തർക്കം മുൻ തിരക്കഥ പ്രകാരം പൂർണ്ണമായും സമവായത്തിലേക്ക് നീങ്ങുന്നതായിട്ടാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ചതിയുടെ ചോദ്യങ്ങൾ ബാക്കിയാകുന്നു. കർദിനാൾ ആലഞ്ചേരി പിതാവ് മാറിയാൽ എറണാകുളം പ്രശ്നം തീർക്കാമെന്ന വത്തിക്കാൻ നൽകിയ റിപ്പോർട്ടിൽ ഉറപ്പുകൊടുത്ത ആർച്ച് ബിഷപ്പ് ആരാണ്? ആ ബിഷപ്പല്ലേ ഇപ്പോൾ തട്ടിപ്പ് സമവായം ഉണ്ടാക്കാൻ നേതൃത്വം നൽകുന്നത്? യഥാർത്ഥ വിമത തലവൻ ഇദ്ദേഹമാണോ? വിശ്വാസികൾക്ക് സംശയം തോന്നി തുടങ്ങിയിരിക്കുന്നു. അതുപോലെ അന്നത്തെ ഉപസമിതിയിൽ ഉണ്ടായിരുന്ന, പിന്നീട് പരസ്യമായി വിയോജന കത്തെഴുതിയ ചതിയന്മാരായ മെത്രാന്മാർ ആരൊക്കെയാണെന്ന വിശ്വാസികൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ വിയോജന കുറിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ച മെത്രാന്മാരുടേത് കൊടും ചതിയല്ലേ? അവരല്ലേ പ്രശ്നം തീരരുതെന്ന് ആഗ്രഹിക്കുന്നവർ? സഭയിൽ അസാധാരണമായി 49 മെത്രാന്മാർ ഒപ്പിട്ടിറക്കിയ സർക്കുലറിനെതിരെ അതിൽ ഒപ്പിട്ട 5 പേര് തന്നെ പരസ്യ വിയോജിപ്പ് പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ മെത്രാൻ സമിതിക്ക് കൂട്ടുത്തരവാദിത്വം നഷ്ടമായില്ലേ? സഹായ മെത്രാനായി അധികം വൈകാതെ മറ്റു സീനിയർ മെത്രാന്മാരെ ഒഴിവാക്കി ആർച്ച് ബിഷപ്പ് സ്ഥാനം നയത്തിൽ നേടി. അതിനും പുറകെ സിനഡ് സെക്രട്ടറിയായി സഭാതലവൻ സ്വപ്നം കണ്ടു, നഷ്ടപ്പെട്ടു. എന്നാൽ എപ്പോഴും വെടക്കാക്കി തനിക്കാക്കുവാൻ ശ്രമിക്കുന്ന സഭയിലെ ഈ യഥാർത്ഥ കൊടും വിമതനല്ലേ ഇപ്പോൾ സഭയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നത്? സംശയം കൊണ്ട് ചോദിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ നോമിനികളായവരല്ലേ സഭാ ആസ്ഥാനം നിയന്ത്രിക്കുന്ന കൂരിയ അംഗങ്ങളിൽ പലതും? ഗുരുതര ആരോപണം നേരിടുന്ന അവരെ ഇപ്പോഴും സംരക്ഷിച്ചു പോരുന്ന മറ്റുള്ളവർ ആരൊക്കെയാണെന്ന് വിശ്വാസികൾക്കറിയാം. ഇനിയും വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടുവാൻ പറ്റില്ല. സഭാ ആസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? വിമത പ്രവർത്തനമല്ലേ? കർദിനാളിന്റെ തലവൻ സ്ഥാനം തെറിപ്പിക്കാൻ കരുക്കൾ നീക്കിയത് തുടങ്ങി രേഖകൾ ചോർത്തൽ ഉൾപ്പെടെ സഭാ ആസ്ഥാനത്ത് ചെന്ന അൽമായ നേതാവിന്റെ കഴുത്തിന് പിടിച്ചതുവരെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ. ഇപ്പോൾ സഭാ വിശ്വാസികൾക്ക് പ്രവേശനം നിരോധനം, അതേസമയം വിമതർക്ക് സൽക്കാരങ്ങൾ. ഇതെല്ലാം കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സഭാ ആസ്ഥാനം ഒരു വിമത മാഫിയ സംഘത്തിന്റെ നിയന്ത്രണത്തിലാണെന്നല്ലേ? അത് പറഞ്ഞാൽ നിഷേധിക്കാൻ സാധിക്കുമോ? ഒരു തട്ടിപ്പ് സമവായം ഉണ്ടാക്കി മറ്റുള്ളവരെ പടുവിഡ്ഢികളാക്കാനായിരുന്നുവെങ്കിൽ എന്തിന് കർദിനാൾ ആലഞ്ചേരിയെ ബലി കൊടുത്തു? ഇപ്പോൾ സഭയിലും ആസ്ഥാനത്തും നടക്കുന്നത് കേവലം എറണാകുളത്തെ കുർബാന തർക്കം മാത്രമല്ല, മറിച്ച് അവരെ മുന്നിൽ നിർത്തി ചിലർക്ക് സ്ഥാനമുറപ്പിക്കാനും ചിലർക്ക് കാര്യങ്ങൾ വഷളാക്കി സ്ഥാനങ്ങൾ തട്ടിയെടുക്കാനുമാണ്. അതല്ലേ യാഥാർത്ഥ്യം? ഇപ്പോൾ യഥാർത്ഥ വിമതപക്ഷം ആരാണ്? എറണാകുളം വിഭാഗമോ അതോ അവരെ വച്ച് വിലപേശുന്ന യൂദാസുമാരായ ചില മെത്രാന്മാരോ? പുതിയ തലവനും മെത്രാൻ സമിതിയും സമ്പൂർണ്ണ പരാജയമാണെന്ന നിലവിലെ സാഹചര്യത്തിൽ വിശ്വാസികൾക്ക് വ്യക്തമായി. അടുത്ത സിനഡിൽ സഭ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ മെത്രാൻ സമിതി കർദിനാൾ ആലഞ്ചേരിയെ സഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് മേജർ ആർച്ച് ബിഷപ്പായി തിരിച്ചുകൊണ്ടുവന്ന സാമാന്യ നീതി കാണിക്കണം. ഇല്ലെങ്കിൽ സഭയുടെ സ്ഥിതിയാകും വയനാടൻ ദുരന്തത്തിന് സമാനമാകും.